ഫ്രണ്ട്സ്, അപ്പോൾ സമയം 12 മണിയിട്ടാ, 12:01. ഇപ്പോൾ കുമ്പുതേ കിടന്ന് ഉറങ്ങണം കേട്ടോ. കുമ്പ് എവിടെയൊക്കെ എടുക്കണമായിരുന്നു, കുമ്പുതേ ഇത് ഇവിടെ എത്തിയിട്ടൊക്കെ ഇടുന്നിട്ട്. ഇപ്പോൾ പൊന്നൂസുതേ അടുക്കളയിൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാളല്ല ഇന്ന് തിരുവോണമല്ലേ. അപ്പോൾ പൊന്നൂസുതേ ആദ്യം ഉണ്ടാക്കണത് എന്താണ് പൊന്നൂസേ? ഇഞ്ചാമ്പുളി ഉണ്ടാക്കുന്നുണ്ട്. അതെ, പൊടിമുളക് ഉറങ്ങണേക്കാ പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ നേരം കിട്ടിയില്ല ഉണ്ടാക്കാൻ. തൃശ്ശൂർ ഇഞ്ചാമ്പുളി ഉണ്ടാക്കാൻ അറിയില്ലേ? ഞാൻ യൂട്യൂബിൽ നോക്കിട്ട് ഇഞ്ചാമ്പുളി 11:30 ആയപ്പോ യൂട്യൂബിൽ നോക്കി അറിയില്ലായിരുന്നു. പൊടിമുളക് പറഞ്ഞു 10-11 മണിയായപ്പോ പറഞ്ഞു അമ്മ എനിക്ക് ഇഞ്ചാമ്പുളി ഉണ്ടാക്കിയോളൂ. അപ്പൊ ഇഞ്ചാമ്പുളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ കേട്ടാ. 12 മണി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി 5 മണിക്കൊക്കെ എനിക്ക് ചോറും കൂട്ടാനും സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കണത്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഇഞ്ചാമ്പുളിയുടെ പരിപാടിയാണ് കേട്ടാ. നോക്കട്ടെ, ആയാ കൈ കുറച്ച് കഴിച്ച് ഊതിട്ടാ, കൈ പൊള്ളു. നോക്കാം. ഇഞ്ചാമ്പുളിയുടെ ഒക്കെ ഒരു രൂപമുണ്ട്. മാത്രല്ല ടേസ്റ്റ്. നന്നായിട്ടാ. ഇനി എന്തൊരു ചെയ്യുന്നേ? വറ്റിക്കണ അതൊന്ന് കുടിക്കണം. അടിപൊളിയായിട്ട് കേട്ടാ. സത്യമായിട്ടും നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്റെ കഴിവ് യൂട്യൂബാണ്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഉള്ളത് പറയാലോ, നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് അടിപൊളി എന്ന് പറയുന്നതല്ല, അടിപൊളി. അപ്പം നമ്മൾ തൃക്കാരപ്പനെ വെച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. തൃക്കാരപ്പനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചൂലേ? തൃക്കാരപ്പനെ മിറ്റത്ത് വരണ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയാണ് കൊണ്ടുവച്ചില്ല. നമ്മുടെ വണ്ടി കണ്ടാ, നമ്മുടെ വണ്ടി വെക്കാൻ സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ സൈഡിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്ത് മഴ നനയുണ്ട്. അപ്പോൾ തൃക്കാരപ്പന അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പൊടി അതെടുത്ത് ഇവിടെ വെച്ചിട്ട് പൂക്കളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. തൃക്കാരപ്പനൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പട്ടി വരണുണ്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ 1-2 പ്രാവശ്യം ചോറ് കൊടുത്തു. അപ്പോൾ ആൾ ഇവിടെ വന്ന് കിടക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ. നല്ല സ്നേഹമുള്ളൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷം. പിന്നെ നമ്മുടെ വേടൻ അമ്മ എന്തായിരിക്കുന്നു. വേടൻ അപ്പോൾ കടുക് കാച്ചിനു കേട്ടോ. ഇഞ്ചാമ്പുളി അടിപൊളിയുണ്ട്, സൂപ്പർ. പൊടിമുളക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇഞ്ചാമ്പുളി. ആണെങ്കിൽ ഇഞ്ചാമ്പുളിയൊന്നും ഉണ്ടാക്കാറില്ല. പറയണേ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിണ്ടാ? കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയാ ഇല്ല അല്ലേ? അതെ, മരിയോന് ഓണക്കൈ നീട്ട കൊണ്ടുവന്നിട്ട് അമ്മ. അതെ, എന്നിട്ട് അമ്മ പൊന്നൂസിന്റെ അമ്മ തന്നോളൂ. ടാക്യൂ ഗൈസ്. എത്ര 1000 രൂപ! എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ കാശ് കിട്ടുന്നു. അമ്മക്ക് കൊടുത്തില്ല മാമ. പൊടിക്ക് അലക്കിങ്ങണിയോട് അല്ല പൊടിയോട് മാമ അങ്ങടെല്ലാം പറഞ്ഞേക്കണം. ഇത് അമ്മക്ക് കൊടുക്കാനാ പറഞ്ഞ. അയ്യാ, അവർക്കത്തെ നേരിട്ടുള്ളോട്ടാ. പൊടിമോള് അമ്മക്ക് 200. അയ്യേ, അത് 200 രൂപ കൈ നീട്ട കിട്ടിട്ടാ. ഇപ്പൊ കൈനീട്ടം കിട്ടിയിട്ട കാലത്ത് തന്നെ. വിഷു കൈനീട്ടല്ല, ഓണക്കൈനീട്ടം. പൊടിമോൾക്ക് കൊടുക്കാത്തര പൊടിമോള് ഓടിപ്പോയിണ്ട്. അതാണ് എൻ്റെ ഭാര്യ വീട്. പൊന്നൂസിൻ്റെ വീട് അതാണ് കേട്ടാ. ഇതാ കാണാണ് പൊന്നൂസിൻ്റെ വീട് കേട്ടാ. ഒരുപാട് ദൂരമുണ്ട്. അത് നമ്മുടെ അമ്മായിമ്മ പോണു. പൊടിമോൾ അങ്ങോട്ട് പോയിണ്ട്. പൊടിമോള് മാമന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പോയേക്കാട്ടാ. മാമന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പോയിക്കണ്. അപ്പൊ എന്തൊക്കെയായി? ഒന്നായിട്ട് ഞാൻ സാമ്പാർ മാത്രം വെച്ചിട്ടുള്ള മഴ കാരണം എനിക്ക് സാമ്പാർ വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇഞ്ചാമ്പുളി ടേസ്റ്റ് ഒക്കെ പൊടിമോളുടെ പട്ടുപാവാട കേട്ടാ. പട്ടുപാവാട അതിനുണ്ട് പിടി. ഇത്തിരി എരിവുണ്ടെന്ന് ഇഞ്ചാമ്പുളി. ഇതാ പൊടിമോളുടെ പട്ടുപാവാട കേട്ടാ. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. എന്റെ വീഡിയോയിലേക്ക് ഇതിനെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് വേറെ ഒന്നിനല്ല വന്നത്. ഇത് ഞങ്ങള് മുറിക്കാൻ പോവാണ്. ഇപ്പോഴല്ല, എന്തിനാ വേണ്ടി? എനിക്ക് സൈക്കിൾ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് മുറിക്കും. എന്താ പേര്?
പിങ്കി മോളെ നമ്മൾ പൊടിമോൾക്ക് ഒരു സൈക്കിള് മേടിക്കാനായിട്ട് കൂട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾ ജനുവരിയിൽ മുറിക്കും അല്ലേ പൊടിമ്പിയ? ജനുവരിയിൽ മുറിക്കും. അപ്പോൾ സൈക്കിളിനാണ് പൈസ ഉണ്ടാവണം. ഇപ്പം എത്ര പൈസ ഉണ്ട്? അമ്മാമ്മ എത്ര കാശ് തന്നു ഓണായിട്ട്? എനിക്ക് 1000. അയ്യാ കതിച്ച കണ്ടാ. അതെ നിങ്ങള് അമ്മാമ്മക്ക് വല്ലൊക്കെ കൊടുക്കണം, അച്ഛനെ വല്ലതും കൊടുക്കണല്ലോ. 10 രൂപ. അപ്പൊ നമ്മള് സാമ്പാറായി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആവണത്. അപ്പൊ പായസം മേടിക്കാനായിട്ടേ നമ്മൾ ഇന്നലെ 2 കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സംഭവം മേടിച്ചാൽ നമുക്ക് മുതലാവില്ല കേട്ടോ. ഈ ബേക്കറിയിൽ നിന്നൊക്കെ കൊടുക്കണില്ലേ പായസം, 260 രൂപ 1 ലിറ്ററിന്. എനിക്ക് തന്നെ വേണം 1 ലിറ്റർ. അപ്പോൾ നമുക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇതിൻ്റെ വില വരുന്ന റെഡിക്ക് 99 രൂപയാണ് കേട്ടോ. 95. പക്ഷെ ഇത് ഇന്നലെ ഓഫറിൽ നമുക്ക് കിട്ടിയത് ഒരെണ്ണത്തിന് 55 രൂപ. പിന്നെ സാർ 59 രൂപ കിട്ടും. അപ്പം നമ്മൾ 2 മേടിച്ചു. ഇന്ന് നമുക്ക് പാല് മേടിക്കണം. അപ്പോൾ ഞാനും പൊടിമോളും കൂടിയിട്ട് അമ്പലത്തിയെ പോകണം കേട്ടോ. സുട്ടുമോൻ പോയി മുമ്പ് നോക്കട്ടെ. പട്ടുപാവാട കാണിച്ചെടുക്കുന്നുണ്ട്. അന്ന് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചില്ലേ പട്ടുപാട? പ്രയൊക്കെ അടിക്കുന്നൊക്കെയ. അപ്പോൾ ഈ പട്ടുപാവയുടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഓണൊക്കെ ഇതുപോലെ അടിച്ച് പൊളിക്കാനും ഉള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ ആഘോഷിക്കാൻ പറ്റിയത്. ഞങ്ങൾ ഇത്രയും കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലമായി. എന്നിട്ടും ഞങ്ങൾ ഇത്രയും കൊല്ലം നമ്മൾ ഇത്രയും ഒരു ഹാപ്പി ആയിട്ട് റെഡിക്ക് പറയുകയാണെങ്കിൽ ഓണം ആഘോഷിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ കണ്ടത് ഓക്കെ നമ്മുടെ വീട്ടിൽ ചെപ്പിലൊക്കെ മല്ലിപ്പൊടി നമ്മൾ ചെപ്പൊക്കെ മേടിച്ചു കേട്ടോ. കണ്ട ഈ ചെപ്പൊക്കെ ഇങ്ങനെ മേടിച്ചു കേട്ടോ. കുറച്ച് കേടായ ചെപ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാൻ ചെപ്പ് മേടിച്ചു. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. പിന്നെ ഓരോന്നൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഞാനും കുമ്പും അമ്പലത്തിൽ പോകണം. അപ്പോൾ എനിക്ക് 1000 അമ്മ തന്നു കേട്ടോ. അമ്മ എന്ന് വെച്ചാൽ അമ്മായിമ്മ പൊന്നൂസിന് 200 രൂപ കൊടുത്തു കേട്ടാ. അപ്പോൾ പൊടിമോൾക്ക് എത്ര കൊടുത്താൽ? 200 രൂപ. സുട്ടുമോൻ എത്ര കൊടുത്തറി കുമ്പുവാ? 200. അപ്പോൾ ഇതാണ് പൊടിമോളുടെ കാശും കൊടുക്കുക നമ്മൾ. പിങ്കി മോള്. അപ്പം പിങ്കി മോളിൽ ഇപ്പം നമ്മൾ എന്താ പറയുക 1000 രൂപയ്ക്ക് ആയി കാണണം അല്ലേ പൊടിയാ? അപ്പം ഇത് ജനുവരിയിൽ നമ്മൾ ജനുവരി 1-ാം തീയതി ഇത് പൊട്ടിക്കും. അതിൽ എത്ര കാശുണ്ടോ ആ കാശിനുള്ള സൈക്കിൾ മേടിക്കണം കേട്ടോ. പൊടിമോൾക്ക് സൈക്കിളില്ല. അപ്പോൾ സൈക്കിൾ മേടിക്കണം. അപ്പോൾ ഞാനും പൊടിമോൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അന്ന് പട്ടുപാട എങ്ങനെയുണ്ട് ചേച്ചാ? ഇവിടെ എങ്ങനെയുണ്ട് എൻ്റെ പട്ടുപാട നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അമ്പലത്തേക്ക് കയറണ്ട. സത്യധർമ്മ രക്ഷതീം കരങ്ങള മുദ്രകാട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. വെളുത്തൂര് ശ്രീ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ. അല്ലേ പൊടിയാ? ശിവന്റെ അല്ല കൃഷ്ണന്റെ തോന്നിട്ടുണ്ടല്ലേ കൃഷ്ണന്റെ അമ്പലം. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പൊ നമുക്ക് പാർട്ടിക്ക് പോവാം. അപ്പൊ പാടുന്ന എന്റെ ചേട്ടൻ ഉണ്ടാവും ചിലപ്പോ. അപ്പോ നമ്മുടെ ഓണസദ്യ പരിപാടികളൊക്കെ തുടങ്ങാൻ പോണത് ആരാണ്? മിനിമോള് ശ്രദ്ധ. ശ്രീയ. അപ്പൊ ശ്രീയും ശ്രദ്ധയും നമ്മുടെ അപ്പുറത്തെ ഉണ്ണികളാണ് കേട്ടാ. വിനിയന്റെ മക്കളാണ്. അപ്പോ പൊന്നൂസൊക്കെ ഇത് നമ്മുടെ സാറ് തന്നാണ് കേട്ടോ. ഞാൻ പണിക്ക് പോണ സ്ഥലത്ത് സാറ് കായ വറുത്തതും പിന്നെ ഇതും ശർക്കര വരറ്റി ആള് തന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓണത്തിന് ബോണസും തന്നു. പിന്നെ
പായസം നമ്മൾ കിറ്റ് മേടിച്ച പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം, പിന്നെ എന്തിട്ടാ പൊന്നൂസ് പരിചയപ്പെടുത്തി എന്തിട്ടേക്ക് വെച്ചിട്ടില്ല ഇത്രയൊക്കെ കരിയൊക്കെ നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഇതായിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കറിയും കാര്യങ്ങളൊക്കെ കേട്ടാ. സാമ്പാർ അമ്മ പറയട്ടെ. സാമ്പാർ, ആ ഇഞ്ചമ്പുളി, ആ അച്ചാറ്, ആ വെള്ളിസ്റ്റു ആ വേണമെന്ന് ഉണ്ടാക്കിയതാണ്. ആ പിന്നെ ഇത് ഓലൻ, ഓലൻ, ഇത് പയറുമത്തങ്ങ, പയറും മത്തങ്ങയും, പയറും മത്തങ്ങയും, സലാഡ്, പൊടിമോളുടെ വക, ഇത് അവിയല്, അവിയല്, ഇത് സർലാസ്, സർലാസ്, അത് കാളൻ, കാളൻ, അമ്പമ്പ, കാബേജ്, ശർക്കര വെച്ച് കായവത്ത്, പിന്നെ പപ്പടം, പായസം. ഇതൊക്കെ പൊന്നൂസ് ഒരു സാധനം മാത്രം നമ്മൾ മിസ് ചെയ്തിരിക്കുന്നു, പഴം. പഴം. അപ്പൊ ഇതൊക്കെ പൊന്നൂസ് കുറെ കാര്യങ്ങളൊക്കെ പൊന്നൂസിനെ അറിയാം. പിന്നെ പൊന്നൂസ് എന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ടാ. ഞാൻ കൂട്ടാൻ വെക്കണേക്കാ മുന്നേ പോയി യൂട്യൂബിൽ നോക്കി. അപ്പൊ എന്റെ യൂട്യൂബ് പരീക്ഷണങ്ങളാണ് ഇരിക്കണ കേട്ടോ എന്റെ പൊന്നൂസിന്റെ. അപ്പൊ ഇനി നമുക്ക് അമ്മ വന്നിട്ടുണ്ട് കേട്ടാ. പഴയൊന്നും വേണ്ട അമ്മ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് പൊന്നൂസിന്റെ അമ്മ കേട്ടാ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണ്. പൊന്നൂസ് സെറ്റ് പായൊക്കെ പിരിക്കി. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടാ. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഓണം ഫുഡടി തുടങ്ങി. മിന്നുമോളുണ്ട്, വേടൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വേടൻ വേടനെ മാറ്റി മിന്നുമോള് ആയി പറയും. ശ്രദ്ധ. പിന്നെ നമ്മുടെ ഡെങ്കു നമ്മുടെ പോയിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അടിപൊളി ഓണാണ് കേട്ടാ. ഹാപ്പി ഓണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും കേട്ടാ. ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പിന്നെ എന്താ പറയാ, പുറത്തൊക്കെ ദുബായി അമേരിക്കയിലൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും, ഒരു കാനഡ, അവർക്കൊന്നും ഇതുപോലെ സദ്യയും കാര്യങ്ങളൊന്നും ഇതായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കും എല്ലാവർക്കും ബോംബെ പുറം രാജ്യമാണല്ലോ, അത് മാമ ശ്രദ്ധിച്ചില്ല. ബോംബെ എന്ന് പറയുന്നത് ബോംബെയിലുള്ള ആൾക്കാർക്കും ഹാപ്പി ഓണം. പടിമോളെ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് കൂടി ചെയ്യുക. പിന്നെ എല്ലാവർക്കും ശുഭദിനം. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ബൈ.